സത്യത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത്, ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് കിട്ടുന്നത്. ഇന്നൊരു സെഷനുണ്ട്, പോയി പങ്കെടുക്കണം. സാധാരണ ഞങ്ങൾ ടീച്ചേഴ്സ് വെള്ളിയാഴ്ച ദിവസം എത്രത്തോളം പരിപാടി ഒഴിവാക്കാമോ അത്രത്തോളം പരിപാടി ഒഴിവാക്കി വീട്ടിലിരിക്കാൻ ശ്രമിക്കുന്ന കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ പല എക്സ്ക്യൂസസും പറഞ്ഞു നോക്കി. മാനേജർ പറഞ്ഞു കമ്പൽസറി ആയിട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സെഷനാണെന്ന് ജീവിതത്തിൽ കരുതില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ 6:30 മണി സമയം കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ ഒത്തിരി സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. എൻ്റെ പൃഥ്വികൾ 2 വർഷക്കാലത്തോളം ധ്യാനത്തിൽ നല്ലതുപോലെ ട്രെയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നിട്ടും എനിക്ക് ഇവിടെ ഇന്ന് വന്ന് ഈ ധ്യാനത്തിൽ ഈ ഒരു മെഡിറ്റേഷനിൽ പങ്കെടുത്തപ്പോൾ തികച്ചും വ്യത്യസ്തത തോന്നി. ഞാനിവിടെ എഴുതി വെച്ചു, എൻ്റെ ബുക്കിനകത്ത് എഴുതി വെച്ചു, ഹൗ ടു ചേഞ്ച് മൈ ലൈഫ് through this, because a lot of negative energies are there in our body. So we have to remove that one, then only success will come. So in order to remove the negative energy, to become positive, definitely a proper trainer should be there. So I could see a proper trainer in the Sir. Thank you a lot for the training and for spending the time for us. Thank you so much. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സമയം വൈകിയ ഈ വേളയിൽ വളരെ ധന്യമായ ഒരു ദിവസം. ഇതുപോലുള്ള പല ട്രെയിനിങ്ങുകളും ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ചും ഏകമാനവികതയുടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എന്ന് നിലക്കും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും പല തരത്തിലുള്ള വളർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു പരിശീലനം എന്ന നിലക്കും വളരെ കമൻഡബിളായ ഒരു എഫേർട്ടാണ് സഹോദരൻ CA റസാഖ് സാഹിബിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ വളരെ എൻറിച്ചിങ് ആയ ഒരു അനുഭവമായിരുന്നു. ഈ ട്രെയിനിങ്ങിന് ക്ഷണിച്ച സഹോദരൻ മസൂദ് തിരുത്തിയാടിനോടും ഈ പരിപാടി ധന്യമാക്കിയ CA റസാഖ് സാറിനോടും നന്ദി അറിയിച്ചുകൊണ്ട് വളരെ ഇംപ്രസീവ് ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്. ഐ ട്രൈ ഹൗ ടു മേക്ക് പോസിറ്റീവ് എനർജി. സോ ഫ്രം ടുഡേ ഐ വിൽ ട്രൈ ഫോർ ദിസ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രെയിനിങ് ഫസ്റ്റ് ടൈം വന്നത്. സോ സർ പറഞ്ഞ പോലെ ഫോർഗിവ്നെസ്, ഞാൻ സ്കൂൾ ലൈഫാണ്. സോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ടീനേജ് പ്രായമാകുമ്പോൾ. സോ സർ പഠിപ്പിച്ചു തന്ന മെഡിറ്റേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ട്രെയിനിങ്. സോ ഞാൻ ഒരുപാട് മാറിപ്പോയെന്ന് ഞാൻ തന്നെ പറയാം. താങ്ക് യു. വളരെ നല്ല രീതിയിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. കൂടുതൽ മെഡിറ്റേഷനിൽ ഞാൻ സാറിന് പേഴ്സണലായിട്ട് തന്നെ ചോദിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷനിലേക്ക് എൻ്റർ ചെയ്യാനെ കുറിച്ച് പ്രയാസങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുള്ളത്. സാർ എനിക്ക് ഉപദേശം തന്ന അടിസ്ഥാനത്തിൽ നിരന്തരമായ പരിശീലനത്തിലൂടെ അതിലേക്ക് എൻ്റെ മനസ്സിലെത്തിക്കാൻ സാധിക്കുമെന്നാണ്. ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പങ്കെടുക്കുകയും കൂടുതൽ ഇതിൽ പരിചയപ്പെടാൻ എനിക്ക് ഇൻവോൾവ് ആകാൻ സാധിക്കും ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വളരെ നന്ദിയായി. സമയം വളരെ വൈകി, ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ സമയം അനുഭവിക്കാത്തതുകൊണ്ട് കുറച്ച് പറഞ്ഞു. ഇന്ന് എനിക്കിവിടെ ഞാൻ ഒരുപാട് ഇതേപോലെ തന്നെ ഉള്ള ട്രെയിനിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുത്തതിൽ മനസ്സിലായത്, ഒന്നാമത് മിക്കവാറും ഇവിടെ നടത്താറുള്ള എല്ലാ പരിപാടിയും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതസംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ബേസ് ചെയ്ത് ഇതേപോലെ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള ഇതും നമുക്ക് പഠിപ്പിച്ചു തരാനും അത് മനസ്സിലാക്കി തരാനുള്ള ഒരു വ്യത്യസ്തത ഇതിന് മനസ്സിലാക്കി. അത് എന്തായാലും അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ സാഹിബ് എടുത്ത ആ ഒരു സാഹസം, അതേപോലെ മഷൂദ് സാഹിബിൻ്റെ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ അറിയാം ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് സാഹിബുള്ള ആളുകളിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് ഞാൻ എന്നെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് പറഞ്ഞ പല കാര്യങ്ങളും മഷൂദ് സാഹിബിന് അറിയാം. ഫോർഗീവ്നെസ്സൊക്കെ മുമ്പേ ഞാൻ ഇത്രയും എഫക്റ്റീവായിട്ടില്ലെങ്കിലും ഒരുപാട് ചെയ്തപ്പം അമ്മാൻ സാഹിബിന് അറിയാം. അതൊക്കെ ചെയ്ത് തന്നെയാണ് ഇന്ന് എന്നെ, ഞാൻ വലിയൊരാളാണെന്നല്ല പറയുമെങ്കിൽ പോലും എൻ്റെ ഇന്നും പുതിയതായിട്ട്
ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ 2-3 ഡിസിഷൻസ് എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ദൈവാനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ ഖത്തറിലെയും അത് പൊതുസമൂഹത്തിന് തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ വൈഫോടെ ഉണ്ട് ഞങ്ങൾ തീരുമാനത്തിൽ തന്നെ പോകുന്നത്. ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ കഴിഞ്ഞ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നിച്ച് കിട്ടിയത് നമുക്ക് നമ്മളൊരു ഫാമിലി ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും കൊണ്ടും ബന്ധപ്പെടണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ അടുത്ത സഫിയത്താത്തനെ വിളിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകമായ ഒരു വികാരം തോന്നാണ്. കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വളരെ കുറഞ്ഞ ലീവിൽ നാട്ടിൽ പോയ സഫിയത്ത ഷംസുക്ക ഇന്നലെ രാത്രി 11 മണിക്കാണ് നാട്ടിൽ നിന്ന് ദോഹയിൽ എത്തിച്ചത്. ആ എത്തിപ്പിക്കാൻ ശ്രമിച്ച 2 പക്ഷത്തിനും ഒരു അഭിനന്ദനത്തിന് കോഴിക്കോട് കൊച്ചി പോയിട്ട് വന്നു. വളരെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്താൻ സഫിയാക്ക് എന്ന് പറയേണ്ടത്. വരാത്ത ആൾക്കാരെ പറയണ്ടേ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലല്ല. ഒരുപാട് എന്താ പറയുക ജീവിതത്തിൽ ഒരു ഇന്ന് മുതൽ 1, 2, 3 സ്റ്റെപ്പ് തുടങ്ങിയ പോലാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളൊരു കൂട്ടായ്മ ഇനി ഒരുപാട് നമ്മൾ സാറിന് എപ്പോഴാണോ സമയം ഇനി എപ്പോഴാണോ ഇത് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായി ജീവിതം മുന്നോട്ട് സാറ് പറഞ്ഞ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പരമാവധി. ഞാനതുപോലെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിട്ട് രാവിലെ പറഞ്ഞു പങ്കെടുത്തു ആൻഡ് ഹി ഈസ് ദ ഇൻസ്പിറേഷൻ ഫോർ ദിസ്. ഇന്നലെ വരെ ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് മോൾക്ക് 8 മാസം പ്രായമായിട്ടുള്ള ചെറുത്. അപ്പോൾ ഇത്ര സമയം ഇരിക്കുക എന്നുള്ളതിൽ കാരണം അവർ വന്നത് രാത്രി 8 മണിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത്ര സമയം ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളി വിട്ടതാണ്. പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും പറയണമെങ്കിൽ വളരെയധികം ഞാൻ അത് മിസ് ചെയ്യുന്നു. എനിക്ക് വളരെയധികം കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേ നെഗറ്റീവ് പോയിന്റ്സ് എനിക്കുള്ളതാണ്, എനിക്കറിയാതെ ഓൾമോസ്റ്റ് എല്ലാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ തീൻ്റെ അത് ചെയ്ത സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇത് കേട്ട് ഞാൻ ഈ ലാസ്റ്റ് ഇത് ഈ കുപ്പിച്ചിട്ടിലെ ഒരു ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും തോന്നില്ല, ഇത് ഞാൻ ഇതന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അത് അവിടെ ഇതിലൂടെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ ഇതിൽ വന്നപ്പോഴേ തന്നെ ഞാൻ ഉറപ്പിച്ചത് എന്തായാലും ഞാൻ ചെയ്യണമെന്ന്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ലാതെ ഞാൻ ചെയ്തതിനോട് ചോദിച്ചു എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതുപോലെ ഫോർഗീവ്നെസ് അത് സാറിനോട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞു. എനിക്ക് അത്രയും എൻ്റെ മനസ്സിലൊരു ബേർഡനായി കിടന്നിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് അങ്ങനെ ഒരാളോട്. പക്ഷെ അത് ശരിക്കും എൻ്റെ മെൽട്ടായി പോയി എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. സാറിന് അറിയാമോ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലെയാണ് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നലെ ഞങ്ങളെ അറിയാമല്ലോ, ഇന്നലെ ഞങ്ങൾ കുറേ ഞങ്ങളെ ബിസിനസ് പാർട്ട്നേഴ്സിനെ ബന്ധപ്പെടുത്തി ഇന്നലെ ഞങ്ങൾ ഇരുന്നു ബിസിനസ് ടൂറിൽ. ഇന്ന് ഞാൻ നിർബന്ധമായിട്ട് ഇന്നലെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രത്തോളമാണ് എന്നുള്ളത് ഇന്നലെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വൈഫിനെയും എൻ്റെ മകളെയും ഞാൻ നിർബന്ധമായിട്ട് ഇന്ന് ഞങ്ങൾക്ക് 2-3 വലിയ പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രശ്നങ്ങളുണ്ട്. മകനെ വീട്ടിൽ വെച്ച് പോകുന്നു അറിയാം. രാവിലെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ മകനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ ഇതെനിക്ക് എൻ്റെ വൈഫിനും എൻ്റെ മകൾക്കും ഇതൊരു പ്രായോഗികമാവണം അവരുടെ ജീവിതത്തിൽ എന്നുള്ളൊരു ഉത്തമ വിശ്വാസം എനിക്ക് തോന്നി. ഇതിലൊരു പ്രയോജനമുണ്ട്. ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ ബിസിനസ് രംഗത്തും മറ്റുള്ള രംഗങ്ങളിലെല്ലാം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. ഒരു അപേക്ഷ എനിക്കുണ്ട്. ഇതുപോലത്തെ ഇനി നിങ്ങൾ എവിടെയെങ്കിലും നാട്ടിലായാലും ഇവിടെ ആയാലും ഈ വിനീതനായ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിൽ ജോയിന്റ് ആക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഒന്നും കൂടി ഞാൻ നിർത്തി ഞാൻ എൻ്റെ പേര് ഉപ്പ ഫസ്റ്റ്
ടൈം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ബോറിങ്, ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അടുത്ത ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സിനെ ചെയ്യാൻ വരും. ഇതൊരു ഹാറ്റ്സ് ഓഫ് യു സർ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എത്ര പേടിച്ച് ഞാൻ അടക്കം ചെയ്തത് ആൾക്കാരുടെ കാര്യം പറയണം. വളരെ അവിചാരിതമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത്. എന്നാൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതെങ്കിലും ഇത്രയും നേരം യാതൊരു ബോറിങ്ങും ഇല്ലാതെ വളരെ നല്ല രീതിയിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇന്നർ ഇതിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഇതിൻ്റെ ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നല്ല ആഗ്രഹമുണ്ട് ഇവർക്ക് ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ യുവർ ഫസ്റ്റ് ക്ലാസ്. ഇന്നലെ പല ക്ലാസ്സുകളിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല അറിവുകളും ഇവിടെ ഷെയർ ചെയ്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇതെല്ലാം സ്കാറ്റേഡായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രക്ചറായിട്ടുണ്ട്. അതെൻ്റെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ എൻ്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ എനിക്ക് ഭാവിയിലേക്ക് ആവശ്യം വരുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ട്രക്ചറായതുകൊണ്ട് അതിന് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അതാണ് സ്കാറ്റേഡായി കിടക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും. താങ്ക്സ് ഫോർ. വളരെ നല്ല പരിപാടിയായിരുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രമിക്കും. വേറൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ബുനാവാസ് നമ്മുടെ ജനറൽ മാനേജർ വിളിച്ചു പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് നമ്മളൊരു ഓഫ് അദ്ദേഹമായിട്ട് കലക്കിയതാണ്. അപ്പോൾ ഐ ആം സോറി ടു ജനറൽ മാനേജർ, താങ്ക്സ് ടു മാനേജിംഗ് ഡയറക്ടർ ആണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. വൈഫിനെ കൊണ്ടുവരാതിരുന്നത് നഷ്ടമായി. ഭാവിയിൽ ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ എൻ്റെ പേര് നസീം എന്നാണ്. ഞാൻ ഇതുപോലത്തെ ഒരു പല കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് പല മെഡിറ്റേഷൻ പ്രോഗ്രാമും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ റസാഖ് സാറിൻ്റെ സംസാരം എനിക്ക് ഇത്രയും പെട്ടെന്ന് മെഡിറ്റേഷൻ ലെവലിൽ എത്താൻ, പെട്ടെന്ന് നമുക്ക് ആ മെഡിറ്റേഷൻ്റെ ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. ആൻഡ് പിന്നെ റസാഖ് സാറിൻ്റെ ഓരോ വളരെ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഈ ഓരോ പാഠങ്ങളും നമുക്ക് പറയുമ്പോൾ ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ മറ്റുള്ള പല പ്രോഗ്രാമിലും ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കും. പക്ഷേ കുറേ കളിയും പരിപാടിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിനാത് ചെയ്തതെന്ന് അവർ വ്യക്തമായിട്ട് പറയില്ല. പക്ഷേ ഇതിൽ ഓരോ കാര്യത്തിലും ഓരോതിനും വളരെ വ്യക്തമായ ഒരു നമുക്ക് മെസ്സേജ് അതിലുണ്ടായിരുന്നു. റിയലി ഐ അപ്രീഷിയേറ്റ് ദിസ്. ഞാൻ വന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. എൻ്റെ ചെറിയ കുട്ടി വീട്ടിൽ ഒറ്റക്കാണ്. എൻ്റെ മൂത്ത മോനാണ് നോക്കുന്നത്. കാരണം ഞാൻ പോകേണ്ടതുണ്ട്. എക്സ്ക്യൂസ്. ഓക്കെ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ സന്തോഷമുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ തമിഴിലെ ശങ്കറിൻ്റെ പുതിയ ഫിലിം പറയും അതുക്കും മേലെ. ഇപ്പോൾ അതാണ് അതുക്കും മേലെ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറയാൻ തമിഴില്ല, അതുകൊണ്ട് അതുക്കും മേലെ. വെരി ഗുഡ്. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ശരിക്കും ഫോർഗീവ്നെസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വരുമെന്ന് തെളിയിച്ച ഒരു ജീവിതമാണ് എൻ്റെത്. അപ്പോൾ അത് കുറച്ച് നാൾ മുന്നേ ആ ഫോർഗീവ്നെസ് മാറി പിന്നെയും അതിലേക്ക് തന്നെ വീണ്ടും ആ ദേഷ്യം ആ വ്യക്തിയോട് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ അത് വീണ്ടും അലിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഇതുകൊണ്ട് വീണ്ടും വർഷങ്ങൾക്ക് മുന്നേ മാറിയിരുന്ന ആ ഒരു ഇത് വീണ്ടും എന്നിൽ പിന്നെയും ആ ഒരു ദേഷ്യം വന്നു തുടങ്ങിയെങ്കിലും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും പൂർണ്ണമായിട്ട് എനിക്കത് ക്ഷമിക്കാൻ പറ്റി എന്നുള്ളത്. അത് വളരെയധികം എന്നെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. പിന്നെ ക്ലാസ് എന്നുള്ള ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും മൈൻഡിനെ റിലാക്സ് ആക്കുന്ന ഒരു ക്ലാസ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് പ്രത്യേകം നന്ദി സാറിനോട്. ബിർള സ്കൂളിലെ 4 ടീച്ചേഴ്സിന് ഒരു സ്പെഷ്യൽ നന്ദിയുണ്ട്. ഒരു ഫ്രൈഡേ സ്പോയിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അതിനെ ധന്യമാക്കാൻ എത്തി മാനേജ്മെന്റ് ഇൻസ്ട്രക്ഷൻ ഇന്നലെ കിട്ടിയപ്പോഴേക്കും വന്നതിൽ നിങ്ങൾക്ക് 4 പേർക്ക് പ്രത്യേകം നന്ദിയിട്ടുണ്ടോ? സാർ വളരെ സത്യം തന്നെയാണ്. ഞങ്ങൾക്ക് ആകെ ഒരു വെള്ളിയാഴ്ച കിട്ടണേ. നാളെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ 7 മണിക്ക് ഹാസ് യൂഷ്വൽസ് കൂടെ ചെല്ലണം. എന്നിരുന്നാലും ഇവിടെ വന്നപ്പോൾ രാവിലെ വന്നപ്പോൾ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടിലൂടെ വന്നത്. ഒരു ദിവസം 6 മണി വരെ ഇരിക്കണമല്ലോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ 6:30 ഞങ്ങളാണ്. സത്യമാണത്. പിന്നെ സാറ് പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ
അത് ലൈഫിൽ ചെയ്ത് വിജയിച്ച ഒരാളാണ്. എൻ്റെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ എൻ്റെ മാരേജ് തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. സാർ പറഞ്ഞ ആ ഒരു ഗ്രാഫ് ശരിക്കും അതിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫ്രം സീറോ ആപ്പ് സ്റ്റാർട്ടഡ്. അവിടുന്ന് സ്ട്രഗിൾ ചെയ്ത് ഞാനിത് നേടി ഒരു വിഷ്വലൈസ് ചെയ്ത് ഇന്ന് ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ആ പറഞ്ഞപ്പോൾ ഞാനത് തീർച്ചയായിട്ടും സന്തോഷമായിരുന്നു എനിക്കത്. കാരണം ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ തിയറിയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, അത് ലൈഫ് ഇങ്ങനെ ആക്കണമെങ്കിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തേ പറ്റൂ എന്ന് എവിടെയോ ഒരു തോന്നൽ, അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. അത് ഇത്രയും വലിയൊരു സയൻസ് ആണെന്നൊക്കെ ഇപ്പം കാര്യം ടീച്ചറാണ് എന്നാലും ഇപ്പോഴത് എക്സ്പീരിയൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒത്തിരി പുതിയ വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടായി. അതിന് വലിയ സന്തോഷമുണ്ട്. അതുപോലെ സാറിൻ്റെ സെഷൻ മിസ് ചെയ്യാതിരിക്കാൻ ഞാൻ ഓഗസ്റ്റിൽ ശ്രമിക്കും. നമ്മൾ പോകുന്നതിൻ്റെ ഒരു സെക്കൻഡ്, നമ്മൾ ഈ വേവ്സ് സ്ട്രോങ് ആവണം, സജീവമാണെന്ന് നമ്മൾ പറയും. പക്ഷെ അത് കൊണ്ട് നടക്കുന്ന ആക്റ്റീവായിട്ടുള്ള ആളുകൾ വേണം. ഓരോ വേവ്സിനും ഒരു ചെയർമാൻ, കോർഡിനേറ്റർ, 2 സഹ കോർഡിനേറ്റർമാർ വേണം. അപ്പോൾ ബിർള സ്കൂൾ വലിയ സ്ഥാപനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കും അതിൻ്റെ സ്ഥാനങ്ങൾ പോകുന്നതിന് മുമ്പ് ഏറ്റെടുക്കാവുന്നതാണ്. ഒന്നും ചെയ്യണമെന്ന് വേണം, അധികം ജോലി ഒന്നും ഉണ്ടാവില്ല. ഇതിനെ വേവിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് നിർത്തുക. വാട്സപ്പ് ഗ്രൂപ്പിലും ഒരിക്കലും കെട്ടുന്നത് 3 മാസം ഈ 90 days കൊണ്ട് നടക്കാനുള്ളൊരു പ്രോസസ്സാണ്. ഷാമോൻ, ഓക്കെ, ഷാമോൻ നമുക്ക് അതിലേക്ക് ഒരു കോർഡിനേറ്ററായി. ഞങ്ങളെ ഈ ഇതിന്റെ പ്രതിനിധികളായ ബിർള സ്കൂളിലെ പ്രതിനിധികളുടെ വിട്ടതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. മാനേജ്മെന്റ് ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കണം, ഈ പ്രോഗ്രാം എങ്ങനെയായിരുന്നു. അതിനനുസരിച്ച് മാനേജ്മെന്റ് ഒരുപക്ഷെ മറ്റുള്ള ടീച്ചേഴ്സിന് വേണ്ടി ഈ സെഷൻ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങൾ നല്ലൊരു തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് ഒരുപാട് ട്രെയിനിങ് സെക്ഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് വന്നിരുന്നത്. പക്ഷേ പലരും പറഞ്ഞതുപോലെ 6:30 ആയത് അറിഞ്ഞില്ല. അതുപോലത്തെ ഈ മൈൻഡിൻ്റെ ഇത്രയും വിശാലമായ ഒരു ഓഷ്യൻ മൈൻഡുമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി തന്നു. സാറിന് പ്രത്യേകമായ താങ്ക്സ്. ഗുഡ് ഈവനിങ്. ട്രെയിനിങ് സെഷനൊക്കെ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷനോടും കൂടി പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്ന കുറച്ച് തിരക്ക് പിടിച്ച ലൈഫായിരുന്നു. കൂടുതലും കുറച്ച് സീനിയർ പോസ്റ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ട് കിട്ടുന്ന ബ്രേക്ക് കൂടുതൽ ലെഷർ ടൈമിലേക്കായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി ഫ്രൈഡേസ് ഓർ സാറ്റർഡേ. അതിൽ എനിക്കറിയില്ല, ഐ മീൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അത്ര ഏജിലേക്ക് പോലും നമ്മൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് വരും. ദുബായിലായിരുന്നു, അവിടുന്ന് ഖത്തറിലേക്ക് വന്നു. പക്ഷേ കുറേ ബിസിനസ് മീറ്റിംഗ്സിൽ പങ്കെടുക്കുക എന്നല്ലാതെ ഇങ്ങനത്തെ ഒരു റിലാക്സേഷൻ മീറ്റിങ്ങിലേക്ക് പോയിട്ടില്ല. ഫാമിലി ഉണ്ട്, ഫാമിലി ഖത്തറിലും ഉണ്ട്. ഐ മീൻ ഈ ലൈഫിൽ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ നമ്മളെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് പീരിയഡിലാണെങ്കിൽ തന്നെ ഞങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരിഫ് ഭായിയൊക്കെ നമ്മളതിനായിട്ട് സീനിയർ ആണെങ്കിൽ പോലും നമ്മളിതെല്ലാം ഞങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയൊക്കെയായിരുന്നു കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു സെഷനിലാണ് അതെവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നാകുമ്പോൾ എനിക്ക് കുറച്ച് ഏർലി കിട്ടി എന്നാണ് ഞാൻ ഇതിന്ന് കാണുന്നത്. അപ്പം ഇനി മക്കൾ വളർന്നു വരുമ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് വിടാം എന്നുള്ളൊരു ഒരു ചിന്ത കൂടെ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ ഒരു പാരൻസ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു ഷോർട്ട് പീരിയഡിനകത്ത് ഓൾമോസ്റ്റ് 8 years ആയി പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതായിരിക്കും. പക്ഷെ റിയലി ഹെൽപ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ ഐ മീൻ ഫോർ മിസ്റ്റർ റസാഖ്. താങ്ക് യു. ഇവിടെ അല്പസമയം മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. എന്നിരുന്നാലും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷനും കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് റസാഖ് ക്ലാസിൻ്റെ വിജയം. തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും പല വിധത്തിലും രീതിയിൽ ഉപകാരപ്പെടുന്ന സംശയമില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും. ഞങ്ങൾ ഇക്കാടെ കൂടെ എടുക്കുന്ന സമീറിൻ്റെ കൂടെ ചാലിയം ഗ്രൂപ്പല്ല, എന്നാലും ഞങ്ങൾ ഔചാരികമായിട്ടാണ് ആ പരിപാടിയിൽ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ ഇടയായതും. അപ്പോൾ അതിൽ ചെറിയൊരു മൈന്യൂട്ട് ക്ലാസ്സേ സാറ് തന്നുള്ളൂ. പക്ഷേ എങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അന്ന് ഇങ്ങനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ.
അപ്പോൾ മക്കളുള്ളത് കാരണം ഹസ്ബൻഡ്സിന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രശ്നം, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ക്ലാസ് വെച്ചതിന് വളരെ വളരെ നന്ദിയുണ്ട് സാറിനോട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസും അത് ഞങ്ങളുടെ മൈൻഡിൽ തന്നെ ഉള്ളത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഞങ്ങളുടെ ഫാമിലി ലൈഫ് ആയാലും പ്രൊഫഷണൽ ലൈഫ് ആയാലും പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാനും സാറിൻ്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വെരി താങ്ക്സ്. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ക്ലാസ്. താങ്ക് യു. സക്സസ്. പിന്നെ ഈ ക്ലാസ്സിൽ വന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് മനസ്സിന്. അപ്പോൾ റസാഖ് സാറിനും മഷൂർക്ക അതുപോലെ ഫാസിലത്ത എല്ലാവർക്കും വലിയ താങ്ക്സ്. പിന്നെ മക്കളെ വീട്ടിൽ നിന്ന് നോക്കിക്കോളാം പോയിക്കോന്ന് പറഞ്ഞയച്ച ഹസ്ബൻഡ് താങ്ക്സ്. ഗുഡ് ഈവനിങ്. ഇന്നലെ രാവിലെ വരെ എനിക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഐ didn't even know what this program was about until I came to this hotel. So the moment I stepped in, I was really happy because somewhere in my subconscious I really was attracting this moment and I really wanted this session. ഇതിന് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അറിവ് ലഭിച്ച് പരിശീലിക്കുന്നതും ഒരു ഗുരുവിൻ്റെ അറിവ് പകർന്നു തന്ന് പരിശീലിക്കുന്നതും രണ്ടാണ്. നല്ല വ്യത്യാസമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു ഫോർ ബീങ് മൈ ന്യൂ മെന്റർ. വളരെ നല്ലൊരു പ്രയോഗമാണ് റസാഖ് സർ നടത്തിയത്. താങ്ക് യു ഫോർ ബീയിങ് എ മെന്റർ. സോ ഹി ചൂസ് യു ആസ് എ മെന്റർ. ലെറ്റ്സ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഞാൻ രാവിലെ നമ്മുടെ സെഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് മേഖലകളിൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കിട്ടി എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. എൻ്റെ 22ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കാൻ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. എൻ്റെ അധ്യാപകൻ, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ എൻ്റെ അധ്യാപകൻ ഇപ്പോൾ ദോഹയിലുള്ള ആളാണ്, അഹദ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, റാഫി ഒരു അരമണിക്കൂറാണ് നീ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ നീ ചുരുങ്ങിയത് 5 മണിക്കൂറാണെങ്കിലും റെഫർ ചെയ്യണം കേട്ടോ. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഒരു 10 വലിയ പുസ്തകം വായിച്ചാൽ കിട്ടുന്ന അറിവ് ഈ ഒരു ദിവസം കൊണ്ട് റസാഖ് സാഹിബ് ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജീവിതത്തിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ ഒരുങ്ങിയ ഒരാളാണ്. മരിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ്റെ അടുക്കൽ ഞാൻ എന്ത് മറുപടി പറയും എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രം അന്ന് ഞാൻ പിന്മാറിയതാണ്. പിൽക്കാലത്ത് ശേഷം പലപ്പോഴും എന്നോട് ചോദിച്ചൊരു ചോദ്യം, അന്ന് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ചോദ്യം എൻ്റെ മുമ്പിൽ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ജീവിതത്തെക്കുറിച്ചും എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നുമുള്ള ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം റസാഖ് സാഹിബ് തന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എനർജി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു സർ. എൻ്റെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു, മിസ്സി. പുള്ളി ഇന്നലെ രാത്രി വിളിച്ചത്. എനിക്കിതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പോസിറ്റീവ് എനർജി ഇതിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നെക്സ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊരു വളരെ ഫലപ്രദമായ ഒരു ക്ലാസ്സായി. താങ്ക്സ് ഫോർ ഗുഡ് ഈവനിങ്. ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷണൽ ക്ലാസ് ആയിരുന്നു. ഇവിടുന്ന് പോകുന്ന എല്ലാവരും ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് മൈൻഡോടെയാണ് ഇതിൽ പുറത്തു പോവുക. ഇതിലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്ലാസ് forgiveness. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ഇതുപോലത്തെ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ എറണാകുളത്ത് ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 4 days ക്ലാസ്. അത് ഇതുപോലെ മൈൻഡ് സെറ്റ് ക്ലിയറിങ്ങിൻ്റെ ഇത്. പക്ഷേ ഇതിൽ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസും കണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് റീഡിങ് ഹാബിറ്റ്സ് ഇല്ല. സോ ഐ വാച്ച് വീഡിയോസ്. സോ അങ്ങനത്തെ വീഡിയോസ് ഇത് ഇപ്പോൾ സീക്രറ്റ്സ് ബിയോണ്ട് ദ സീക്രറ്റ്സ് എന്നൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു എക്സാക്ട് വേ ഹൗ ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളൊരു നോളേജ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പറ്റി. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. സാർ പറഞ്ഞു ഡീപ്പ് സ്ലീപ്പിനെ കുറിച്ച്. പക്ഷേ ഹൗ ടു ഗെറ്റ് ദ ഡീപ്പ് സ്ലീപ്പ്? എനിക്കറിയാം, ബേസിക്കലി ഞാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. അതായത് ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് ദേ ഫീൽ ബിസി ആൻഡ് ദേ വിൽ ഫീൽ വെയിറ്റ് ഓൺ ഹെഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതെന്നുള്ളതൊന്ന് പറയാനുള്ള സമയം ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഇത് കഴിഞ്ഞിട്ട് പറയല്ലേ. താങ്ക് യു. നമസ്കാരം. ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ എൻ്റെ മകൻ മേഘന ഗംഗാധരൻ റെപ്രസെൻ്റ് വന്നിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ് എനിക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലത്തിലാണ് ഞാൻ എൻ്റെ മകളെ അയച്ചത്. എനിക്ക് ഒരു കഥ പറയണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ വന്നത് 5 മിനിറ്റ് മുമ്പ്. ഒരാൾ ഇവിടെ ഈ ഖത്തറിൽ കർവ ടാക്സിക്ക് വന്ന ഒരു സുഹൃത്ത് ഉള്ളിലൊക്കെ പാസ്സായി. അതിനുശേഷം പുറത്ത് പോലീസുകാരെ കണ്ട് ഭയക്കുന്നു. ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകണം കേട്ടോ, എനിക്ക് ഒരു തരത്തിലും ഞാൻ ജയിക്കില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെ സാറിൻ്റെ ഒരു കഥ കൊണ്ട് ഞാൻ അവനെ ജയിപ്പിച്ചു. സാറിന് ഓർമ്മയുണ്ട് ഭയത്തെ തോൽപ്പിച്ച ആ കഥ. ICC-യിൽ വെച്ചിട്ടായിരുന്നു സാർ പറഞ്ഞത്. ഭയം, മനസ്സിലുള്ള ഭയത്തെ കൊല്ലുന്നത്. ഞാൻ അവന്റെ മനസ്സിലുള്ള ഭയത്തെ കൊന്നു സാർ. പിറ്റേന്ന് അവൻ സുഖസുന്ദരമായി ജയിച്ചു. സെക്കൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, കൈകാട്ട എനിക്കൊന്നും പറയാനില്ല കൈകാട്ട നിങ്ങളോട്. എൻ്റെ മനസ്സിൽ ഭയമേ ഇല്ലാത്ത രൂപത്തിലായിരുന്നു ഞാൻ ആ ടാക്സിയിൽ കയറി. ഇവിടുത്തെ പോലീസുകാരെ വേണ്ടി പഠിച്ചതാണ് അദ്ദേഹം. അങ്ങനെ സാറിലൂടെ ഒരു മനുഷ്യന് ഒരു ജീവിതം ആ കുടുംബത്തിന് കിട്ടിയെന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ ഈ ഷെയറിന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും പകർന്നു കൊടുക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൽ വിജയമുള്ളൂ, അല്ലേ സാർ? അതെ, എങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ കാണുന്ന ബന്ധുക്കൾ, അവർക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഇല്ലാതെ ഒരാളുമില്ല. അപ്പൊ ആരെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ സാറിന് കിട്ടിയ ആ ചെറിയ ചെറിയ നുറുങ്ങുകൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ജീവിതത്തിൽ കിട്ടുന്ന വിജയം കാണുമ്പോൾ സാറിന് നിങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടും പുണ്യം അവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിജയങ്ങളാണ് നാം പ്രദാനം ചെയ്ത്. ഐ എം വെരി ഹാപ്പി. താങ്ക് യു സർ. മാത്രമല്ല സംസാരിക്കാൻ പോലും മുഴുവനാക്കാതെ ഗംഗാധരനെ ഈ സദസ്സ്, ഈ പ്രോഗ്രാം ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛനും അമ്മയുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ ഒരു വൈകാരികമായ അവസ്ഥ കാണുന്ന സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ കണ്ണീര് വരുന്നത്. മേഘനയുടെ വികാരം മനസ്സിലാക്കുന്നു. നീ പറയാൻ ആഗ്രഹിച്ചത് മുഴുവൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് മേഘന. പല ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വിജ്ഞാനപ്രദമായ ഒരു ട്രെയിനിങ് ഓരോ നിമിഷം ആസ്വദിക്കായിരുന്നു. ഇതിന് കിട്ടിയ അറിവുകൾ ജീവിതത്തിൽ ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ ഞങ്ങൾ പ്രചോദിപ്പിച്ചത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പാർട്ണറുണ്ട്. അയാൾ ഈ ക്ലാസ്സിൽ 1-2 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തി. കമ്പനിയുടെ 4 സ്റ്റാഫുണ്ട്. അൽഹംദുലില്ലാഹ് നല്ലൊരു ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്കിതിൽ ഒരുപാട് ഉപകരിക്കുന്ന കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ ക്ലാസ് വരികയാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് 1 മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവരുടെ എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് ദിവസം അതുണ്ടാവുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവരുടെ എനർജി ഇപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് സാറിൻ്റെ ക്ലാസ്സിൽ അവർ പങ്കെടുത്തിരുന്നു. ഞാനും പറഞ്ഞു എനിക്ക് പങ്കെടുക്കണം. വളരെ പ്രതീക്ഷയോടെ വന്നത് എല്ലാം എത്തിയിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് അനുഭവം തന്നെയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ളൊരു ഇതിൽ പങ്കെടുക്കുന്നതെങ്കിലും പറഞ്ഞതുപോലെ ഞങ്ങൾ 4 പേരെ പങ്കെടുത്തോളം ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫുകളെ തന്നെ പങ്കെടുപ്പിക്കണം എന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിക്കുന്നു. നല്ലൊരു ക്ലാസ്സാണ്. നല്ല ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമായിരുന്നു.
ജെ പോയിന്റിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ കമ്പനിയിൽ നിന്ന് 10ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ മൗലവി സാർ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു 2-3 ദിവസത്തിന് ശേഷം അതിൽ കൂടെ നമ്മൾ നേടിയ കാര്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. നമുക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ അതിലൂടെ നമ്മൾ നേടിയ കാര്യങ്ങൾ ഇൻഷാല്ലാ നല്ല രീതിയിൽ ജീവിതത്തെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമായി ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ പോളിച്ചേക്ക് മാർക്കറ്റിൻ്റെ ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബ്രാഞ്ച് ബിൻ മഹമ്മൂദിൽ തുറന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യും. ഇനിയും ഇങ്ങനെയുള്ള പരിപാടി എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. കാരണം ഇത്രയും നല്ലൊരു പരിപാടി ഇതിൻ്റെ മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. കബീർ മാസ്റ്റർ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, എൻ്റെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാറുണ്ട്. എങ്കിൽ കൂടി ഞാൻ ഇന്നലെ വന്നതിലാണ് എനിക്ക് കൂടുതൽ പ്രയോജനം കിട്ടിയാണ് ഇന്ന് ഞാൻ ഫാമിലിയായിട്ട് വന്നത്. ഫാമിലി മാറ്ററിൽ ഏകദേശം ഞങ്ങളൊരു 80% പറഞ്ഞതെല്ലാം ക്ലിയറാണ്. പക്ഷേ എൻ്റെ സ്റ്റാഫിന് എനിക്കും കമ്പനിക്കും ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. എൻ്റെ പാർട്ട്നേഴ്സിനും കൂടി ഞങ്ങൾ നെക്സ്റ്റ് ഒരു നല്ലൊരു മൂവ്മെൻറ്റിലേക്കുള്ള ഒരു തിങ്കിങ്ങിലാണ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നത്തെ സെക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ആളല്ല. പക്ഷെ ലാസ്റ്റ് ഫ്രൈഡേ ഇതുപോലൊരു സെക്ഷൻ, ഇതിൽ കൂടുതൽ അംഗങ്ങൾ വരും, അറൗണ്ട് ഒരു 53 അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും, അതായത് ജോലിയിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി തരികയും അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം, ഇനി ഫ്യൂച്ചറിൽ അത് എങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നുള്ള ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സാണ് പ്രൊഫസർ സാർ തന്നിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് എൻ്റെ വൈഫിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉന്തി വിടുകയായിരുന്നു. പക്ഷെ അവൾക്കും അത് നല്ലപോലെ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഞാൻ മറുപടി പറയാം. അനുഭവം ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ ഒരു ദിവസം 3-4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. ഒരു സാറെന്ന് പറഞ്ഞ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ല, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഉറങ്ങിയാൽ എന്താ ഉണ്ടാവുക അതറിയാൻ വേണ്ടിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 12 മണി വരെ മൂവി കണ്ടിരിക്കും. കുട്ടികളായിട്ട് കളിച്ച് 11 വരെ സംസാരിച്ചിരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് 1-1.5 വരെയൊക്കെ പടം കണ്ടിരുന്നിട്ട് 2 മണിക്ക് കിടക്കും. 5-5:30 ആകുമ്പോൾ എഴുന്നേൽക്കും. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്താണ്, അല്ലാതെ വേറെ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ദിവസം എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്താണ്. പക്ഷെ ആ ദിവസത്തിന് ഒരു ക്ഷീണമോ ഒന്നുമില്ല. അപ്പം നമ്മളെ മനസ്സിന്റെ ചിന്തയാണ്, നമ്മളെ മനസ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിനനുസരിച്ചാണ്. നമ്മളെ മനസ്സിനെ നമുക്ക് പറ്റുമെന്ന് പറയാണ്. നമ്മളെ മനസ്സിനാദ്യം ഉപബോധ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാനങ്ങനെ കട്ടുന്നത്. അപ്പോൾ എനിക്ക് ഡീപ്പ് സ്ലെപ്റ്റും കിട്ടി. അതാണ് എൻ്റെ അനുഭവം. സാറ് ക്ലാസ്സിനിടയിൽ ഇടവന്ന് പിന്നെ ഇതാക്കിയിരുന്നു. പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇതൊക്കെ വെറുതാണ്, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ പല പ്രാവശ്യം ഇത്തരം ക്യാമ്പുകളിലേക്കും പിന്നെ ഇങ്ങനെ പരിപാടികളിലൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാം അതിലൊന്നും വലിയ കാര്യമില്ല, സംഗതികളൊക്കെ പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, പിന്നെ സംഗതികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലൊക്കെ വെറുതെ ഒരു മായാളാണ് എന്നാണ് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞതോടുകൂടി പിന്നെ വല്ലാത്ത ഞാൻ പിന്നെ ഇപ്പോൾ മറ്റാരൊരാളെ സൂചിപ്പിച്ചോടെ കുറേ നെഗറ്റീവ് പോയിന്റ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ധാരാളം ഇതിൽ പറഞ്ഞതിൽ ഒരു 90% നെഗറ്റീവ് പിന്നെ കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഏതായാലും ഈ ക്ലാസ്സോടുകൂടി അത്തരം സംഗതികൾ പിന്നെ എന്നിൽ നിന്ന് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഞാൻ നടത്താൻ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാവിധ അടുത്ത സെഷനുകളിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുകയും ചെയ്യും. പ്രാർത്ഥനയോടെ ചോദ്യം ഉറക്കിന്റെ കാര്യത്തിൽ
അത് ശ്രദ്ധയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും ഇവിടെയുള്ള പ്രത്യേക ഒരു ക്വസ്റ്റ്യനാണ്, പലർക്കും അവർക്ക് കുറവാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ജമീല് പ്രത്യേകമായ ഒരു പരീക്ഷണം നടത്തിയാണ്, എക്സ്പെരിമെന്റൽ വർക്കാണ് നടത്തിയത്. അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് മെന്റൽ പവർ കംപ്ലീറ്റ് വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെന്റൽ പവർ അവിടെ കൊടുത്താൽ നിങ്ങൾ 1 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പക്ഷെ അതെല്ലാം സാധിക്കണമെന്നില്ല. അത് ഞാൻ എന്താ ചെയ്യില്ല, ഞാനത് അഡ്വൈസ് ചെയ്യില്ല. സ്പെഷ്യൽ കേസ് അത് പറ്റും. ഒബാമ, മോഡി ഇതുപോലെയുള്ള ലോക നേതാക്കൾക്ക് വളരെ കുറച്ച് ഇറങ്ങുന്നുള്ളൂ. അവർ ഇത് പഠിപ്പിച്ചാണ്, അവർക്കത് ആവശ്യമുണ്ടാട്ടെ എന്ന് വരുമ്പോൾ ഈ മെന്റൽ പവർ കൊടുത്താൽ നിങ്ങൾക്ക് അത്രയും കുറച്ച് ക്വാളിറ്റി സ്ലീപ്പിലേക്ക് കൊണ്ടുവരാം. വെരി എന്താ പറയുക, എഫർട്ട്ഫുൾ. അതൊരു എഫർട്ട് ഉള്ള ഒരു ടാസ്ക്കാണ്. അതല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് കോമൺ എന്നുള്ള ലെവലിൽ പറയാം. 8 മണി ഇവിടെ 8 നാട്ടിലാണ്, ഇവിടെ ഒരു 10 ആയിരിക്കും അല്ലേ? 8 മണി എന്ന് പറയുന്നത് ഇവിടെ 10 ആയിട്ട് പറയേണ്ടി വരുന്നതായിരിക്കും, അല്ലെ 9. ലൈറ്റ് ഫുഡ്, എനർജി ഫുഡ്സ്, വാട്ടർമെലൺ ജ്യൂസ് പറയുന്നുണ്ട് രാത്രിയിൽ. വാട്ടർമെലൺ കുക്കുംബർ പറ്റില്ല, വാട്ടർമെലൺ. ഇതുപോലെയുള്ള എനർജി ഉള്ള ഫ്രൂട്ട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഫുഡ്സ്, വേവിച്ച ഫുഡ്സ് വളരെ കുറച്ചുകൊണ്ട് രാത്രി മെയിൻറ്റെയിൻ ചെയ്യാം. വേവിച്ച ഫുഡ് വളരെ കുറയ്ക്കുക, മറ്റേ ഫുഡ് ആയിട്ടുള്ള ഫുഡ് കൂട്ടുക. പിന്നെ 8 മണിക്ക് മുമ്പേ കഴിക്കുന്ന നാട്ടിലെ രീതിയാണ്. നിങ്ങളിവിടെയൊക്കെ എത്ര 9 മണിക്ക് മുമ്പേ അങ്ങനെ പറയാം. നിങ്ങളുടെ സമയത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നാട്ടിൽ പറയുന്നത് 8 മണി. പിന്നെ ബെഡിലൊന്നും കിടന്ന് ഇങ്ങനെ വായിക്കാതിരിക്കുക. മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി കിടക്കുക. അതാണ് നമ്മുടെ രീതി. രാവിലെ എക്സസൈസ് ചെയ്താലേ രാത്രി ഉറപ്പിട്ടുള്ളൂ. ഇത് 2 പിന്നെ ബന്ധമുണ്ട്. രാവിലെ എക്സസൈസ് ചെയ്യണം നന്നായിട്ട്, കേൾക്കുന്ന വരെ 20 മിനിറ്റ് 30 മിനിറ്റ്. അത് നിങ്ങൾ രാത്രിയിലെ ക്വാളിറ്റി സ്ലീപ്പിന് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. പിന്നെ പകലത്തെ എല്ലാ കാര്യങ്ങളും കൂടെ ഉറങ്ങാൻ നേരത്തേക്ക് കൊണ്ടുവരുന്നത് ന്യൂസ് കണ്ട് കിടക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സെൻസ് ഒരു തരം ന്യൂസുകളാണ് വരുന്നത്, ക്രൈം അതുപോലെയുള്ള നമ്മെ മനസ്സിനെ നേരിട്ട് പിടിക്കുന്ന ന്യൂസുകൾ അവരങ്ങനെ ഡിസൈൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. രാത്രിയിലാണല്ലോ കൂടുതൽ ആൾക്കാരെ കിട്ടുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സംഭവങ്ങളും അങ്ങനെയുള്ള മസാല കംപ്ലീറ്റ് എരിവും പുളിയൊക്കെ വരുന്ന ആ സമയത്താണ് ഇത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ചെറിയ നല്ല ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് വളരുന്നത്. അതും സ്പെഷ്യൽ സോങ്സ്. മെഡിറ്റേഷൻ മസ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും എഴുതി. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നേരത്തെ പറഞ്ഞ ആ പ്രോസസ് ഉണ്ടല്ലോ, നമ്മുടെ വേവ്സിന്റെ ഒരു ഗ്യാതറിങ്ങും കൂട്ടായ്മയൊക്കെ നടത്തണം. ഒരു മാസത്തിൽ ഒരിക്കലും മിനിമം ഒരു 3 മാസമെങ്കിലും ഈ കൂട്ടായ്മ കൊണ്ടുപോകണം. ഇതിന് ഈ ഒരു വേവ്സിന് ഒരു ചെയർമാൻ വേണം. ആരായിരിക്കണം ചെയർമാൻ? വേറെ ആളെ പറയുന്നത് ഞാനാണെന്ന് പറയാൻ നല്ലത്. ഞാൻ ആയിക്കോളെന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിന് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ ഇത് നമ്മൾ മറ്റ് സംഘടനയുടെ മാതിരി വേറെ ഏതെങ്കിലും ഇതിന്റെ മാതിരി അങ്ങനെ കൊണ്ടുപോകണം. ഇത് നമ്മുടേതായ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇത് തന്നെ ഒരാഴ്ച, 1 മാസം, 2 മാസം കഴിയുമ്പോൾ ഇതിന്റെ ചില ആൾക്കാർക്കെങ്കിലും ഇതിന് വ്യത്യാസം വരും, വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആ വേരിയേഷൻ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതിന് കമ്മിറ്റിയോ പരിപാടിയോ പിന്നെ സമ്മേളനമോ അങ്ങനെ കലാപരിപാടിക്കോ നല്ലത്. ഇത് നമ്മുടേതായ ഗ്യാതറിങ്ങിന് മാത്രമായിരിക്കും. എന്നാൽ ആ ഗ്യാതറിങ് ഫ്രൂട്ട്ഫുൾ ആകാൻ നമ്മളിൽപ്പെട്ട കുട്ടികൾ കുറച്ച് കലാപരിപാടി, നല്ല പോസിറ്റീവ് റീഡിങ്, അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല നമ്മളിൽപ്പെട്ട കഴിവുള്ള ആളുകളെ കൊണ്ട് ഒരു 5-10 മിനിറ്റ് ഒരു മോട്ടിവേഷൻ സെഷൻ എന്തും ചെയ്യാം. നമ്മൾ ആ തീരുമാനിച്ച് നമുക്ക് മാസ്റ്റർ ആഴ്ച വരെക്കും കൊണ്ടുവരണം. അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഒരു ചെയർമാൻ വായിക്കും? അമാനുല്ല സാഹിബ് അല്ലേ? ഓക്കെ, അമാനുല്ല സാഹിബ് സംസുദ്ദീൻ സാഹിബ് വൈസ് ചെയർമാൻ ആയിക്കോട്ടെ. അതുപോലെ കോർഡിനേറ്റർ ഉണ്ട്, ഒരു എനർജറ്റിക് കോർഡിനേറ്റർ. ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഒരു 5-10 ലക്ഷത്തിലാണ് ഞാൻ തന്നെ ആണല്ലോ ഇതിന്റെ ഈ വേവ്സിന്റെ ഒരു കോർഡിനേറ്ററാണ്. ജാഫർ ഓക്കെ, ജിയാഫിന് ഒരു കൈ എടുക്കല്ലേ. അസിസ്റ്റന്റ് നേരത്തെ പറഞ്ഞ മാഷ് ഒന്നുണ്ടാകും. പിന്നെ ഈ വാട്സപ്പും അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നന്നായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാനൊക്കെ അവിടെ ടെക്നിക്ക് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇമെയിൽ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ പെട്ടെന്ന് ഇതിലേക്ക് നമ്മളെ മാഷ് ചെയ്യോ ചെയ്യാന്നല്ലേ? എന്നാൽ ലിസ്റ്റ് മാഷിക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങളെ നമ്മുടെ നേരത്തെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ആഡ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി.
ആക്ഷൻ 23 എന്ന് പറയുന്ന പ്ലാന് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. അതുപോലെ